നമസ്കാരം. ഈ ഒരു വാർത്ത കണ്ടോ? അടുത്ത അധ്യയന വർഷം മുതൽ 8ലെയും 9ലെയും ഓൾ പാസ് ഒഴിവാക്കാൻ പോവുകയാണ്. അതായത് 10ാം ക്ലാസ് ചെല്ലണം എന്നുണ്ടെങ്കിൽ പഠിച്ച് പാസ്സായെങ്കിൽ മാത്രമേ 10ാം ക്ലാസ്സിൽ ഇരിക്കാൻ പറ്റത്തുള്ളൂ. അതാണ് ഈ ഒരു വാർത്തയിൽ പറയുന്നത്. ശരിക്കും 8ലെയും 9ലെയും മാത്രമല്ല ഒഴിവാക്കേണ്ടത്. 5ാം ക്ലാസ് മുതലേ ഈ ഓൾ പാസ് എന്ന് പറഞ്ഞ സംവിധാനം ഇല്ലാതെയാക്കണം. കാരണം ഓൾ പാസ് എന്ന് പറയുന്ന ഈ ഒരു സംവിധാനം അറിഞ്ഞോ അറിയാതെയോ നെഗറ്റീവായിട്ടാണ് വിദ്യാർത്ഥികളിൽ അഫക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ കേരള സിലബസിന്റെ വിദ്യാഭ്യാസ രീതി എന്ന് പറയുന്നത് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു രീതിയാണ്. പക്ഷേ ഒരുപാട് നെഗറ്റീവ് ആയിട്ടുള്ള സംഭവങ്ങൾ ഈ കേരള സിലബസിലുണ്ട്. ഈ നെഗറ്റീവ് ഒഴിവാക്കി കഴിഞ്ഞാൽ കേരള സിലബസ് വളരെ ബെറ്റർ ആയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ CBSE ആയിക്കോട്ടെ ICSE ആയിക്കോട്ടെ, ആ ഒരു സിലബസിന്റെ നിലവാരത്തിനപ്പുറം ഉയരാനുള്ള കേപ്പബിലിറ്റി ഈ കേരള സിലബസിനുണ്ട്. കേരള സിലബസിന്റെ നമ്പർ 1 നെഗറ്റീവ് എന്ന് പറയുന്നത് തന്നെ ഈ ഒരു ഓൾ പാസ് സംവിധാനമാണ്. ഏറ്റവും നമ്പർ 1 പോസിറ്റീവ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരള സിലബസ് പൊതുവെ വിദ്യാർത്ഥികൾക്ക് ഒരു സ്വാതന്ത്ര്യം കൊടുക്കുന്നുണ്ട്. അത് എന്ത് സ്വാതന്ത്ര്യമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ അതേപോലെ കാണാതെ പഠിച്ച് ഓരോ വേർഡ്സും ഓരോ നമ്പേഴ്സും കാണാതെ പഠിച്ച് എക്സാമിന് പോകേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് ചിന്തിച്ച് വായിച്ചു നോക്കി ചിന്തിച്ച് അതിനകത്ത് എന്താണോ പറയുന്നത് അത് നമ്മുടെ മനസ്സിലിട്ട് ചിന്തിച്ച് നമ്മുടേതായിട്ടുള്ള രീതിയിൽ ഉത്തരം എഴുതാനുള്ള സ്വാതന്ത്ര്യം കേരള സിലബസ് പൊതുവെ വിദ്യാർത്ഥികൾക്ക് കൊടുക്കുന്നുണ്ട്. അത് വളരെ നല്ല കാര്യമാണ്. വിദ്യാർത്ഥികളുടെ ക്രിയേറ്റിവിറ്റി ആയിക്കോട്ടെ, അവരുടെ ഇന്റലിജൻസ് ലെവൽ ആയിക്കോട്ടെ, ഇതൊക്കെ ഉയർത്തി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കേരള സിലബസ് നല്ല രീതിയിൽ വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കുന്നുണ്ട്. പക്ഷേ ഈ ബാക്കിയുള്ള നെഗറ്റീവുകൾ ഈ പോസിറ്റീവിനെ അടിച്ചു താഴ്ത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഒന്നാമത്തെ നെഗറ്റീവ് എന്ന് പറയുന്നത് ഈ ഓൾ പാസ് ആണെന്നുള്ളത്. അത് നെഗറ്റീവായിട്ട് നല്ല രീതിയിൽ ഇത് അഫക്ട് ചെയ്യുന്നുണ്ട്. ഓൾ പാസ് ഉള്ളത് കൊണ്ട് തന്നെ 5ാം ക്ലാസ് മുതലേ നല്ല രീതിയിൽ വിദ്യാർത്ഥികൾ ഉഴപ്പും. അതായത് പഠിച്ചാലും പഠിച്ചില്ലെങ്കിലും 10ാം ക്ലാസ് വരെ നമുക്ക് പാസ്സായി പോകാം എന്നുള്ളൊരു ധാരണ അവരുടെ ഉള്ളിൽ അറിയാതെയെങ്കിലും ഉടലെടുക്കും. ആ ധാരണ കൊണ്ട് പലരും, അതായത് ഉഴപ്പാൻ തയ്യാറായി നിൽക്കുന്ന കുറെ വിദ്യാർത്ഥികളുണ്ടല്ലോ, അവർ ഉഴപ്പും. വേണമെങ്കിൽ പഠിച്ചാൽ മതി, ഇല്ലെങ്കിലും ഞങ്ങൾ പാസ്സായി പോവും, 10ാം ക്ലാസ് പിന്നെ നമുക്ക് എങ്ങനെയും പാസ്സാകാം എന്നുള്ള ചിന്താഗതിയിൽ അവരിങ്ങനെ പഠിച്ച് വരും. അത് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ ഈ ഓൾ പാസ് എന്ന് പറഞ്ഞ സംവിധാനം എടുത്ത് കളയണം. അത് കളഞ്ഞെങ്കിലല്ലേ അത് ഒഴിവാക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. എല്ലാവരും പഠിച്ച് 100ൽ 100 മാർക്ക് വാങ്ങിക്കണം, വെരി ഗുഡ് വാങ്ങിക്കണമെന്നൊന്നുമല്ല ഞാൻ ഉദ്ദേശിച്ചത്. അത്യാവശ്യം ബേസിക് ആയിട്ടുള്ള ഒരു ആവറേജ് സ്കോറെങ്കിലും വാങ്ങിച്ച് പാസ്സായി പോയെങ്കിലല്ലേ അവർ നേടിയെടുത്ത ആ വിദ്യാഭ്യാസം കൊണ്ട് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് അവർക്ക് കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ ആ വിദ്യാഭ്യാസം നിലവാരമുള്ളതാണ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നോർമൽ ആയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള സ്കോറെങ്കിലും അവർ നേടിയിരിക്കണം. എങ്കിലേ അവർക്ക് കൃത്യമായിട്ട് എഡ്യൂക്കേഷൻ കിട്ടി എന്ന് നമുക്ക് പറയാൻ പറ്റൂ. അല്ലാതെ 5 മുതൽ 10 വരെ അവർ സ്കൂൾ അറ്റൻഡ് ചെയ്തു എന്നതുകൊണ്ട് യാതൊരുവിധ കാര്യവുമില്ല. ഇനി അടുത്തതായിട്ട് കേരള സിലബസ് ഫേസ് ചെയ്യുന്ന ഒരു നെഗറ്റീവ് എന്ന് പറയുന്നത് അധ്യാപകരാണ്. എല്ലാ അധ്യാപകരും കൃത്യമായിട്ടാണോ കുട്ടികളെ പഠിപ്പിക്കുന്നത്? നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? അതായത് അധ്യാപകരെന്ന് പറയുന്നത് കുട്ടികളെ ഷേപ്പ് ചെയ്യുന്നതിൽ ഒരു വലിയ പങ്ക് വഹിക്കുന്ന ആളുകളാണ്. അപ്പൊ അധ്യാപകർ നല്ലതായെങ്കിൽ മാത്രമേ കുട്ടികളും നല്ലതാവത്തുള്ളൂ. അധ്യാപകർ കൃത്യമായിട്ട് ആ കുട്ടികൾക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. പല സ്കൂളുകളിലും ഇപ്പൊ നമ്മൾ പഠിച്ച് വന്ന രീതി കൊണ്ട് നമുക്കറിയാമല്ലോ, പലപ്പോഴും എല്ലാ അധ്യാപകരും അങ്ങനെയാണെന്നല്ല പറയുന്നത്. നല്ലവരായിട്ടുള്ള അധ്യാപകരും ഉണ്ട്. പക്ഷെ ഒരു വലിയ വിഭാഗം ഈ രീതിയിൽ ഉഴപ്പുന്ന അധ്യാപകരും ഉണ്ട്. ഉഴപ്പം മട്ടി പോകുന്ന അധ്യാപകരും ഉണ്ട്. പലപ്പോഴും ചാപ്റ്റേഴ്സ് സ്കിപ്പ് ചെയ്യുക, പല കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാതെ ഇരിക്കുക. നിങ്ങൾ വായിച്ച് മനസ്സിലാക്കിയാൽ മതി, അതിനുള്ളതേ ഉള്ളൂ ഈ ചാപ്റ്റർ, ഇങ്ങനെ പറയുന്ന എത്ര അധ്യാപകരുണ്ട്. അങ്ങനെ കുട്ടികൾ തന്നെ വായിച്ച് മനസ്സിലാക്കാനാണെന്നുണ്ടെങ്കിൽ കുട്ടികൾ തന്നെ സ്കൂളിൽ വന്നാൽ പോരെ? അധ്യാപകർ പഠിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ. നമുക്ക് തന്നെ വായിച്ച് മനസ്സിലാക്കാനേ ഉള്ളെന്നുണ്ടെങ്കിൽ എന്തിനാണ് അധ്യാപകരുടെ ആവശ്യം? അപ്പൊ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഒഴിവാക്കണം. അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഒരു സ്കൂളിൽ നടക്കുന്നില്ല എന്നും കൂടി ടെസ്റ്റ് ചെയ്യണം. ഇപ്പം വിദ്യാർത്ഥികളുടെ പഠന നിലവാരവും പഠന മികവും ഒക്കെ വിലയിരുത്താൻ വേണ്ടിയിട്ട് ഒരുപാട് കമ്മിറ്റികളും ഒരുപാട് ടെസ്റ്റുകളും നടത്തുന്നുണ്ട്, എക്സാമിനേഷൻ നടത്തുന്നുണ്ട്. ഓരോ മാസം അവർക്ക് എക്സാമുകൾ നടക്കുന്നുണ്ട്, ക്ലാസ് ടെസ്റ്റും സ്കൂൾ ടെസ്റ്റും ഒക്കെ നടത്തുന്നുണ്ട്. പക്ഷെ അധ്യാപകർക്ക് അങ്ങനത്തെ ടെസ്റ്റുകളൊന്നും ഇല്ലല്ലോ. അപ്പൊ മാറി സിലബസുകൾ വരുമ്പോൾ, മാറി ടെക്സ്റ്റ് ബുക്കുകൾ വരുമ്പോൾ അത് പഠിപ്പിക്കാനുള്ള നിലവാരം അധ്യാപകർ കൊണ്ടോന്നും കൂടി ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യുന്നത് നല്ലതാ. അങ്ങനെ ഒരു ടെസ്റ്റ് അധ്യാപകർക്ക് ഇല്ലെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് അധ്യാപകരുടെ നിലവാരം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്? പലപ്പോഴും ആ കാരണം കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. പല ഇതും സ്കിപ്പ് ചെയ്യുവാണ്. പലപ്പോഴും അവർക്ക് മടിയാണ് പല ചാപ്റ്റേഴ്സും പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പല ചാപ്റ്റേഴ്സിനെ കുറിച്ചും എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെ അല്ല എന്നും കൂടി ഉറപ്പുവരുത്തണം. അധ്യാപകരും കൃത്യമായിട്ട് പഠിപ്പിക്കുന്നുണ്ടോ, അധ്യാപകരുടെ നിലവാരവും അതിനനുസരിച്ച് ഉയരുന്നുണ്ടോ എന്നും കൂടി നോക്കിയെങ്കിൽ മാത്രമേ കേരള സിലബസിനെ രക്ഷപ്പെടുത്തി കൊണ്ടുവരാൻ വേണ്ടി പറ്റത്തുള്ളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ അതിങ്ങനെ താഴോട്ട് പൊക്കോണ്ടേയിരിക്കും. കേരള സിലബസിന് വലിയൊരു പോസിറ്റീവ് ഉണ്ട്. പക്ഷേ ഈ വലിയ പോസിറ്റീവിനെ തിളങ്ങാൻ വേണ്ടി അതിന്റെ ചുറ്റുമുള്ള നെഗറ്റീവുകൾ അനുവദിക്കുന്നില്ല.